ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കൂടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വീഡിയോ ആണ്, പക്ഷേ 2 ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഈവനിങ് ആയപ്പോൾ ഞാൻ മുകളിലത്തെ കുഞ്ഞു ഗാർഡനിലേക്ക് കയറിയതാണ്. എന്താ പറയുക, പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ എന്ന് പറഞ്ഞ പോലെ മുകളിലേക്ക് കയറാനുള്ള എൻ്റെ കാരണങ്ങളിലൊന്നാണ് കേട്ടോ ഞാൻ ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് നനക്കാനും കാര്യങ്ങളും പിന്നെ കുറച്ച് നേരം ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ ഉച്ചക്കൊക്കെ ഇവിടെ നാട്ടാപ്പൊരു വെയിലായിരിക്കും കേട്ടോ. പക്ഷേ എന്താ പറയുക, വൈകുന്നേരം നല്ലൊരു കാറ്റുണ്ടാവും, നല്ല എന്തോ ഒരു പീസ്ഫുള്ളായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഇവിടെ വന്നിരിക്കാറില്ല. ഞങ്ങളിപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് മാറിയിട്ട് ഒരു 1.5 വർഷം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കാറൊന്നുമില്ല. ഇപ്പോഴാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, കയറിയത് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ നോമ്പ് തുറ ഇവിടുന്ന് ആക്കാം. കാരണം മക്കൾക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 7 മണിയാവും അവർക്ക് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഇവിടുന്ന് നോമ്പ് തുറക്കാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ചെടികൾക്ക് വെള്ളം നനക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ നനക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിൽ കൂടി ഇതിൽ കൂടെയൊക്കെ നടന്നപ്പോൾ ഞങ്ങൾ എന്താ പറയുക, സോളാർ പാനൽ വെച്ച് കൊടുക്കും. ടാങ്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബാൽക്കണി വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ അങ്ങോട്ടേക്ക് കാണാവേ, അവിടെ ഒരു ചെറിയൊരു വാഷ് ബേസ്, അവിടെ ഒരു കണ്ണാടയുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെ നോക്കിയിരിക്കാൻ രസമാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ വെള്ളമൊക്കെ നനക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ബാൽക്കണിയിൽ വാട്ടർ കണക്ഷൻ ടാപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു കാലിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നനക്കാറാണ് ഉള്ളത്. ഇനി അതൊക്കെ ഒരു പൈപ്പൊക്കെ ഇവിടെ സെറ്റാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബാങ്കൊക്കെ കൊടുത്തിട്ട് ഞാൻ കുറച്ച് വാട്ടർ മെലണും വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ താഴെ പോയിട്ട് ഇന്ന് പ്രത്യേകിച്ചായിട്ട് സ്നാക്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കാറില്ല. അപ്പോൾ എന്താ പറയുക, കുറച്ച് ഉച്ചക്ക് മക്കളും ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ചോറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അല്ലാണ്ട് എനിക്കായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം എന്നൊക്കെ ഉള്ളതിലാണ്. അപ്പോൾ ഒരാളെ ട്യൂഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും പിന്നെ അവനും കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ 2 ട്യൂഷനും കഴിഞ്ഞപ്പോൾ ഞാൻ താഴോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെ ഒരു 7 മണി ആയപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി. അതൊക്കെ കഴിഞ്ഞ് ഇനി എന്തായാലും എനിക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പ് താഴത്തെ ചെടികളും എന്താ പറയുക, കുറച്ച് പ്ലാന്റ്സൊക്കെ പുതിയത് വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് സെറ്റപ്പ് ആക്കാമെന്ന് കരുതി. ഈ ചെടികൾക്കൊക്കെ വെള്ളം നനക്കുമ്പോൾ ഈ ഒരു ടൈമിൽ അധികം നനക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ടൈമിൽ അധികം ആൾക്കാർ റോഡിലൂടെ അങ്ങനെ പോകില്ലല്ലോ. അല്ലാത്ത ടൈം നനക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആൾക്കാർ അപ്പുറത്ത് കൂടെ പോകുമ്പോൾ അവരെ തലയിലേക്കാണോ ഞാൻ ഈ ഒഴിക്കണമെന്ന് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അധികം ആരും ഇല്ലാത്ത ആ ഒരു ടൈമിലൊക്കെയാണ് ഇങ്ങനെ നനക്കുക. പിന്നെ മക്കളും ഹെൽപ്പ് ചെയ്യും ചിലപ്പോൾ കേട്ടോ. ഇങ്ങനെ ഗേറ്റ് തുറന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ചില ദിവസങ്ങളിൽ, അധിക ദിവസങ്ങളിലും ഞാനല്ല കേട്ടോ ഇങ്ങനെ എന്താ പറയുക, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ചെക്കൻ കേട്ടോ, സുജീൻ്റെ സ്റ്റാഫാണ്. അപ്പോൾ അവനാണ് ഇതൊക്കെ നനച്ചു തരിക. അപ്പോൾ അവനില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഇറങ്ങി നനക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞാൻ ഇങ്ങനെ ഫോണും ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ കണ്ട് അങ്ങനെയൊക്കെ മക്കളോട് വർത്തമാനം പറഞ്ഞ്, മക്കളും ഈ കളിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ടോട്ടവും മക്കളും ഞാനൊക്കെ ഇങ്ങനെ ഒരു കളിക്കുന്ന സമയമാണ്. സുജിനെ ഇപ്പോൾ ഇതിനൊന്നും അധികം കിട്ടാറില്ല കേട്ടോ, നല്ല തിരക്കാണ്. അപ്പോൾ നല്ല ലേറ്റായിട്ട് അധിക ദിവസങ്ങളിലും വരിക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കണ്ടോ ആകെ വിയർത്ത് നനഞ്ഞ് കുളിർന്ന് നടക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാമെന്നല്ല. അപ്പോൾ ഇത് ചോറെടുത്ത് ഇത്രയും അധികം ചോറ് ഞാൻ തിന്നുന്നില്ല കേട്ടോ. ഞാൻ മക്കൾക്ക് ഫുഡ് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് 2-3 ഉരുള കഴിക്കുമ്പോൾ തന്നെ എനിക്ക് വയറ് നിറയും. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് എനിക്ക് മക്കൾക്ക് വാരി കൊടുക്കും പെട്ടെന്ന് ഒരു നമുക്ക് ഭക്ഷണത്തോട് പെട്ടെന്ന് മടുപ്പ് വരുമല്ലോ. അപ്പോൾ അതിൽ കൂടെ 2 ഉരുളയും കൂടി കഴിച്ചാൽ ഇതിൻ്റെ കഴിപ്പോയി. അപ്പോൾ വേഗം നിർത്തുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ റൂമിൽ കുറേ ഞങ്ങൾക്ക് ഞാൻ ഷോപ്പിംഗ് ചെയ്തപ്പോൾ കിട്ടിയ ബാഗുകളും അല്ലാതെ സുജി അങ്ങനെ എന്താ പറയുക, ഓരോ സ്ഥലത്ത് പോയി വന്ന സ്യൂട്ട് കേസുകളൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും പ്രോപ്പറായിട്ട് എടുത്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നു. കാരണം സുജി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട് വരുന്നുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് പെട്ടിയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും വരികയാണ് കേട്ടോ. അപ്പോൾ നാളെ എല്ലാവരും വരും.
അപ്പോൾ അതിന് മുമ്പേ എല്ലായിടത്തും എല്ലാം അടുക്കി പെറുക്കി എല്ലാ റൂമത്തെ ബെഡ്ഷീറ്റും മാറ്റി അങ്ങനെയൊക്കെ ഇന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഒരുങ്ങുമായിരുന്നു കേട്ടോ. ഇന്ന് എല്ലാ ക്ലീനിങ്ങും ചെയ്യണം, രാത്രി അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുള്ളൂ എന്നിങ്ങനെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഈ പെട്ടികളൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഇന്ന് അവിചാരിതമായിട്ട് സുജി നേരത്തെ വന്നു കേട്ടോ. പിന്നെ ആ ഒരു വഴി ഞങ്ങൾ അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു, അവിടെ ഇരുന്ന് അങ്ങനെ ഫുഡ് കഴിച്ചു, അങ്ങനെ സമയം പോയി എന്നല്ലാണ്ട് അന്ന് പ്രത്യേകിച്ചൊന്നും നടന്നില്ല. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. സുജി രാവിലെ ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ സുജി ഓഫീസിലങ്ങോട്ട് പോയി കഴിഞ്ഞത് ഞാനങ്ങോട്ട് മുകളിലേക്കാണ് കയറി. കാരണം മുകളിലത്തെ ബെഡ്ഷീറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടുത്തെ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ സുജിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കോഴിക്കോട് അല്ലാത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ ഞങ്ങൾ കൂടെയാണ് നിൽക്കാറ്. 2 റൂം അവിടെ വേക്കൻസി എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വരുമ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യാറുണ്ട്. പിന്നെ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു ബെഡ്ഷീറ്റ് ഉണങ്ങി വരുമ്പോൾ തിരിച്ച് അതേമാതിരി വിരിച്ച് വെക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇതാ ഞാൻ എല്ലാവരും ഇത് മമ്മി കിടക്കുന്ന റൂമാണ്. അപ്പോൾ ഇത് മുകളിലത്തെ ഒരു റൂമാണ്. മമ്മി ഇവിടെയാണ് കിടക്കാറ്. അപ്പോൾ അതാദ്യം ഒന്ന് ചേഞ്ച് ചെയ്യാം, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റാക്കി എല്ലാം ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അപ്പുറത്തെ റൂമിലാണ് ഏട്ടനും. മുകളിൽ 2 റൂമാണ് കേട്ടോ. മുകളിൽ 2 റൂം, താഴെ 2 റൂം, അങ്ങനെയാണ് ഞങ്ങളെ വീട്ടിലുള്ളത്. 4 റൂമാണ് കേട്ടോ വീട്ടിലുള്ളത്. അപ്പോൾ ഇത് മുകളിലത്തെ 2ാമത്തെ റൂമാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് സുജീൻ്റെ ഏട്ടനും വൈഫും കിടക്കാം. മോള് പിന്നെ ഞങ്ങളുടെ കൂടെയോ അല്ലെങ്കിൽ അനിയനും വൈഫും ഉണ്ടാകുമ്പോൾ ഓരോ കൂടെ അങ്ങനെയൊക്കെയാണ് കിടക്കുക കേട്ടോ. അപ്പോൾ വലിയ 2 ഇവിടെ കിടക്കുക. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി അവിടെ ഒന്ന് നീറ്റാക്കിയിട്ടപ്പോൾ ബാക്കി അടിച്ചു വാരിയ ക്ലീനിങ് പൊടി തട്ടിയ കാര്യങ്ങളൊക്കെ ചേച്ചി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിൽ കൂടെ പിന്നെ ചേച്ചിനെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കില്ല. പിന്നെ ഇത് മുകളിലത്തെ ഹാളാണ്. ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ ഡംപ് ചെയ്തിട്ടിട്ട് ആകെ മൊത്തം വൃത്തികേടായിരുന്നു. അതങ്ങോട്ട് ക്ലീനാക്കി ഈ ഒരു ട്രാൻസിഷൻ വീഡിയോയിലൂടെ ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. പക്ഷെ കുറച്ചൊന്നല്ല, ഞാനത് ഒക്കെ ഒന്ന് വെക്കേണ്ടടുത്ത് വെച്ച് ക്ലീനാക്കിയപ്പോൾ മെനക്കെട്ടത് കേട്ടോ. പക്ഷേ ഇങ്ങനെ കൊണ്ടുവന്നിടേണ്ട ആവശ്യമില്ല. പിന്നെ മെജോറിറ്റി അത് സുജീൻ്റെ ഓരോരോ സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഏതായാലും അതൊക്കെ ഞാൻ എടുത്തു വെച്ച് അവിടെ ആ ഒരു ചാരുപടിയൊക്കെ ഫ്രീ ആയി കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ അവിടെയൊക്കെ പോയിരുന്നു കേട്ടോ. ഇനി ഇത് കാണിച്ചത് മക്കളുടെ റൂമാണ്. അതും കൂടി ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ കുറച്ച് എനിക്ക് പറ്റിയില്ല, മറന്നുപോയി. പിന്നെ എനിക്കൊരു പെരുന്നാൾക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണം എന്നൊക്കെ ഒന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്തു. കാരണം പിന്നെ എല്ലാവരും വന്നാൽ ഞാൻ അതിൻ്റേതായിട്ടുള്ള തിരക്കും വർത്താനം പറയലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വർത്താനം പറഞ്ഞ് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവർ വരുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ തീർത്ത് വെച്ചതാണ്. ഒരു ഏട്ടനും വൈഫ് ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ റെഡി ആക്കട്ടെ. ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചതാട്ടോ. എന്തായാലും ഇവിടെ തലപ്പായിട്ടുണ്ട്. എന്തായാലും എനിക്കൊന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റാനും എന്ന് വിചാരിച്ചതുകൊണ്ട് എന്താ പറയുക, ഞാൻ മൊത്തത്തിൽ അലമ്പാക്കി ഇട്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ നിർത്തി വെച്ചിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി അപ്പോഴേക്കും എല്ലാവരും വരുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം എടുത്ത് വെക്കരുത് കേട്ടോ. അതിന് മുമ്പ് നോമ്പ് തുറക്കാനായിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ആ ടൈമായിട്ട് അപ്പോൾ അങ്ങോട്ട് ചെല്ലട്ടെ. ഒന്നുമില്ല, ഇന്നിപ്പോൾ ചോറും എല്ലാവരും വരുന്നതുകൊണ്ട് എല്ലാവർക്കും ചോറും കാര്യമൊക്കെ വേണമെന്നുള്ളതുകൊണ്ട് ചോറും കറിയും പൊരിച്ചതും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് സ്കൂളൊന്നുമില്ലല്ലോ. അപ്പോൾ മക്കളിപ്പോൾ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറും കറിയാണ് ആക്കിയിട്ടുള്ളത്. അപ്പം ഞാനത് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. ഇച്ചിരി കഴിക്കട്ടെ കേട്ടോ. വെയിറ്റ് കൂടി വരുന്നുണ്ട്, എന്നാലും പെരുന്നാൾ കഴിയട്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഇന്ന് കുറച്ച് നേരത്തെ സുജിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, സുജി വരുമ്പോൾ കുറേ സ്നാക്സ് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്നല്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇഷ്ടംപോലെ സ്നാക്സ് ഉണ്ട്. പിന്നെ എല്ലാവരും വരുമല്ലേ. അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ ഒരു ഇതല്ലേ. അപ്പോൾ അങ്ങനെ ആരും വരികയാണെങ്കിൽ ഒന്നായിട്ട് വാങ്ങി വെക്കും കേട്ടോ സുജി. പിന്നെ ഇന്ന് എന്താ പറയുക, സുജി കുറച്ച് ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ ചെടി നനക്കാനും പിന്നെ സുജി കാർ എന്തൊക്കെയോ സൈഡിൽ കൂടെ ഒക്കെ കഴുകണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാറിനെ കുട്ടപ്പനാക്കി നടക്കുക എന്നുള്ള സുജീൻ്റെ ഒരു ഹോബിയും കൂടെയാണ് കേട്ടോ. അങ്ങനെ എപ്പോഴും കാർ വാഷ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കും.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുളിച്ച് ഒന്ന് സെറ്റായിട്ടോ. പിന്നെ അതാ അപ്പോഴേക്കൊന്നും പറയാൻ പറ്റില്ല, ഒരു 10:30 മണിയായ 11 മണി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അവർ എത്താൻ വേണ്ടിയിട്ട്. കാരണം വൈകുന്നേരം ഒരു 5 മണി ആ ഒരു ടൈമിലാണ് അവർ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ എല്ലാവരും മക്കളൊക്കെ വെയിറ്റിംഗ് ആണ് കേട്ടോ മോളായിട്ട്. എന്താ പറയുക, വല്ലപ്പോഴും അല്ലേ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ മോളായിട്ട് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു മക്കൾ. ഇതാണ് കേട്ടോ മോള്, ആൻസർ എന്ന പേര്. അപ്പോൾ ഞങ്ങൾ അന്നു എന്നാണ് കേട്ടോ വിളിക്കാം. അപ്പോൾ അന്നു ഫുൾ എക്സൈറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ബാബിൻ്റെ അവിടെ ബാംഗ്ലൂരത്തെ ഫ്ലാറ്റിൽ ഇഷ്ടം പോലെ എന്താ പറയുക ചെടികൾ അവൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് കുറച്ച് ചെടിപ്രാന്തുള്ളതുകൊണ്ട് കുറേ ചെടികൾ അവൾ എനിക്ക് കട്ടിങ്സ് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നാളെ ഞാനും അവളും കൂടി അതൊക്കെ ഇവിടെ സെറ്റാക്കണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ഡ്രസ്സ് അതായത് എനിക്ക് പെരുന്നാൾ ഡ്രസ്സായിട്ട് വാങ്ങി തന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നത്തെ വീഡിയോയിൽ, അവരാണ് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് പെരുന്നാൾക്ക് സെറ്റാക്കി തരല് എന്നുള്ളത്. അപ്പോൾ എനിക്കുള്ള ഡ്രസ്സ് അവർ കൊണ്ടുവന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര കംഫർട്ട് ആയിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഞങ്ങൾ സൂചി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇരുന്ന് കഴിക്കാറുണ്ട്. നല്ല കേക്കായിരുന്നു, എനിക്ക് കഴിക്കാതെക്കാൻ തോന്നിയില്ല. അപ്പോൾ അതായത് ഏട്ടനെ ഞങ്ങൾ ഇയായ എന്നാണ് കേട്ടോ വിളിക്കാം. അപ്പോൾ ഏട്ടൻ്റെ വൈഫിനെ ഞങ്ങൾ ബാബി എന്നാണ് കേട്ടോ വിളിക്കുക. അപ്പോൾ ഇയായും ബാബിനെ കളിയാക്കാൻ ഷുഗർ കട്ട് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് തിന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, മിക്സ്ചർ, കാഷ്യൂ നട്ട്സ്, കേക്ക്, പിന്നെ ലഡുവിൻ്റെ കുഞ്ഞു കുഞ്ഞു മണികളില്ലേ പൂന്തി എന്ന് പറയും ഞങ്ങളിവിടെ. പിന്നെന്താ ഈ ഒരു സാധനം എന്താണ് കോഴിയട, പിന്നെ ഇതാ അതിൻ്റെ വേറെ കേക്കിൻ്റെ വേറെ ഫ്ലേവർ എന്ന് പറയാ കുറേ. ഇത് 6-ാം നമ്പർ, എരിവുള്ള 6-ാം നമ്പർ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊതിമൂത്ത് നടക്കാനുണ്ടോ. പിന്നെ എനിക്ക് ബാബി കൊണ്ടുവന്ന അടുത്ത സാധനം എന്താ പറയുക വളയാണ് കേട്ടോ. എൻ്റെ കൈമുള്ള വള കണ്ടോ, ആ വള പോലത്തെ വള കണ്ടോ. ഇതും എനിക്ക് അവളന്ന് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങി തന്നതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇട്ട് നടക്കുക. ഇതിപ്പോൾ ഇട്ടിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, എന്നാലും എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാനത് കൈമുള്ള ഇട്ടിട്ടുണ്ട് കേട്ടോ. വാച്ചിൻ്റെ കൂടെ ഒക്കെ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഇനി കൊണ്ടുതരുമോ എന്നൊക്കെ ഓൺലൈനായിട്ടൊക്കെ കിട്ടും, പക്ഷെ നമുക്ക് ഒരാൾ കൊണ്ട് തരുമ്പോൾ ഒരു സുഖമാണല്ലോ. അപ്പോൾ അതിൻ്റെ 3 വെറൈറ്റി എന്താ പറയുക വള എനിക്ക് കൊണ്ട് തന്നിട്ടോ. ഒന്ന് കുറച്ച് ഇങ്ങനെ ഒന്ന്, പിന്നെ കൈമിട്ടാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. വെല്ലം കോളിട്ട് തന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഒരു നടുക്കൊരു സ്റ്റോണൊക്കെ വരുന്ന ഒരു ബ്ലാക്ക് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ 3 വളകളാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. നല്ല ലേറ്റായി, 1 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.